റോഷി, എടാ 2 kg 2 ചോക്ലേറ്റ് കേക്കിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. ആഹാ, ആണോ? എപ്പോഴത്തേക്കാ? ഈവനിങ് 7 PM. നീ ഇതുവരെ പോയില്ലേ? ഇല്ല. എന്തുവാ കാര്യം പറ. അല്ല, എന്തായാലും നീ കേക്ക് ഉണ്ടാക്കാൻ പോവല്ലേ, കുറച്ചും കൂടി എക്സ്ട്രാ ഉണ്ടാക്കൂ. അതാകുമ്പോ എനിക്കും കഴിക്കാലോ. നടക്കില്ല മോനെ, നടക്കില്ല. എന്തുവാടാ, ഒരു കേക്കല്ലേ? വിശക്കുന്നവന് അന്നം കൊടുക്കണമെന്നാ പണ്ടുള്ള മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നത്. അത് വിശക്കുന്നവന്. നീ അങ്ങനെയാണോ? വെറുതെ വേണ്ടടാ, അടുത്ത മാസത്തെ സാലറിന്ന് നീ അതൊക്കെ കട്ട് ചെയ്തോ. ഞാനങ്ങനെ കട്ട് ചെയ്യാൻ തുടങ്ങിയാലേ നിനക്ക് സാലറി പോലും ഉണ്ടാവില്ല. അപ്പൊ ഉറപ്പിച്ചു നീ ചെയ്യില്ല അല്ലേ? ഇല്ല. എങ്കിൽ പിന്നെ ഞാനങ്ങ് പോയേക്കുവാ. കസ്റ്റമേഴ്സ് വെയിറ്റിംഗ്. ചെല്ല് ചെല്ല്. മാം, ഈ ഓർഡർ പ്ലീസ്. എടോ, ഒരു 10 minutes, ഒരാളും കൂടി വരാനുണ്ടായിരുന്നു. ഇറ്റ്സ് ഫൈൻ മാം, പറഞ്ഞാൽ മതി. ഇവൻ എന്തോ ഫോൺ എടുക്കാത്തെ? മാം, 10 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യും കേട്ടോ. എടോ സോറി, ഒരു 10 minute കൂടി, ഇപ്പൊ തന്നെ ആളെത്തും. ഓക്കെ മാം. The number you are trying to call is currently not reachable. Please try again later. റോഷി, നീ വന്നോ? കസ്റ്റമേഴ്സ് ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഓ ഉണ്ട് ഉണ്ട്. ഒരു പെങ്കൊച്ച് കുറെ നേരമായിരിക്കാൻ തുടങ്ങിയിട്ട് വള്ളിയാണെന്നാ തോന്നുന്നത്. ഓർഡർ ആണെങ്കിൽ തരണമില്ല. ഓർഡർ തരുന്നില്ലെന്നോ? നീ ഒരു കാര്യം ചെയ്യ്, ഒന്നും കൂടി പോയി ചോദിക്കേ. ഞാൻ ചോദിച്ചടാ, 10 മിനിറ്റ് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. അവളെ കണ്ടിട്ട് ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഉണ്ട്. ഷേടാ, എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ചോദിക്കട്ടെ. ഹലോ റാം, നീ എവിടെയാ? ഞാൻ എത്ര നേരമായി കഫേയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്നറിയോ? നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എനിക്കിപ്പോ വരാൻ പറ്റില്ല, അർജന്റ് ആയിട്ടൊരു പരിപാടി വന്നു. വാട്ട്? നീ എന്താ റാം ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? സോറി റാം, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അത് നീ മറന്നോ? എന്നെങ്കിലും എനിക്ക് വേണ്ടി നിനക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തൂടെ? ഹലോ, നീ എവിടെയാ? നീ പബ്ബിലാണോ? ഹലോ റാം, ഹലോ. എന്തായി പെട്ടെന്ന് ഇങ്ങ പോന്നെ? വിധു, നീ അങ്ങ് ചെല്ല്. അവള് പിന്നെ ഓർഡർ തന്നില്ലേ? നീ ഇപ്പം അങ്ങ് ചെല്ല്, ഞാൻ വരാം. ഇവനിതെന്ത് പറ്റി? ഈ കസ്റ്റമേഴ്സ് പിന്നാ തുടങ്ങിയ എങ്ങനെയാ? ഷോപ്പ് ക്ലോസ് ചെയ്യാൻ നേരത്തെ ഓരോത്തന്നെ കിട്ടി എന്നുള്ളിക്കോളും. മനുഷ്യന് വീട്ടിൽ പോകണ്ടേ? മാം, ഓർഡർ പറഞ്ഞിരുന്നെങ്കിൽ വലിയൊരു ഉപകാരമാണ്. സോറിഡോ, സ്വീറ്റ് ആയിട്ട് എന്താ ഉള്ളേ? ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. പിന്നെ പേസ്ട്രി ഉണ്ട്, കപ്പ് കേക്ക് ഉണ്ട്. എന്നാ റെഡ് വെൽവെറ്റിന്റെ ഒരു പേസ്ട്രി. ഓക്കെ മാം.
നീ ഇതാർക്ക് ഈ കേക്ക് പാക്ക് ചെയ്യുന്നേ? ഇതോ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. അവിടെ ഇരിക്കുന്ന കുട്ടിയില്ലേ, അവള് പോകുമ്പോ ഇത് നീ അവൾക്ക് കൊടുക്കണം. അതിനവള് കേക്കിന്റെ ഓർഡറും തന്നിട്ടില്ലല്ലോ. നിനക്കിത് കൊടുക്കാൻ പറ്റോ ഇല്ലയോ? എന്റെ മുതലാളി ഒരു ചെറ്റയാണ്. കുറച്ചു മുന്നേ ഞാനൊരു കേക്ക് ഉണ്ടാക്കി തരുന്ന വെച്ചപ്പോ എന്തായിരുന്നു അവന്റെ ഒരു ജാട. എന്റെ പൊന്നു വിധു, ഒരു കേക്കല്ലേ, ബാക്കി വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ നീ അത് എടുത്തോണ്ട് പൊയ്ക്കോ. എങ്കിൽ എന്റെ മുതലാളി ചെറ്റയല്ല, നല്ലവനാണ്. നീ വല്ല ഓന്തിന്റെ ജന്മമാണോടാ? അതെന്താടാ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇരിപ്പിനിരിപ്പിനുള്ള നിന്റെ സ്വഭാവം മാറുന്നേ. ചെ, നീ അതൊക്കെ തന്നേ, ഞാൻ കൊണ്ട് കൊടുക്കട്ടെ. എത്രയായി? 200. ഓക്കെ, GP ചെയ്യാവേ. മാം, ദിസ് ഈസ് ഫോർ യു. അയ്യോ, ഇതെന്തിനാ എനിക്ക്? ഞാൻ കേക്കിന്റെ ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓർഡറൊന്നും തന്നിട്ടില്ല, ഇത് ചെറിയൊരു ഗിഫ്റ്റാ. എടോ, അത് കുഴപ്പമില്ല, ഇന്നാ പിടിക്ക്. ഇന്നത്തെ സങ്കടത്തിന്റെ കാര്യം എന്താ? അവൻ വന്നില്ലായിരിക്കും അല്ലേ? എൻ്റെ പൊന്നമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ, അവന് നിന്നോട് തീരെ കമ്മിറ്റ്മെന്റ് ഇല്ല. എന്തെങ്കിലും അവൻ അതേപോലെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ബർത്ത്ഡേക്ക് അവൻ വരില്ലായിരുന്നോ? കാവ്യ, എനിക്കത് അറിയാം. പക്ഷെ ഞാനൊന്ന് കുറേ എക്സ്പെക്റ്റ് ചെയ്തത് ഇന്നെങ്കിലും എനിക്ക് വേണ്ടി അവൻ വരുമെന്ന്. എന്നിട്ട് എന്തായി? അവൻ വന്നല്ലോ. ഏമി, അവൻ്റെ പേരും പറഞ്ഞ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. അവൻ നീ വിചാരിക്കണ പോലെയൊന്നും അല്ലടി. അന്നേ അവൻ്റെ സ്വഭാവത്തിൽ എനിക്ക് എന്തൊക്കെയോ മിസ്റ്റേക്ക് തോന്നിയതാ. അവനാണ് ശരിയല്ലടി. ഞാൻ എന്താടി ചെയ്യണ്ടേ? എനിക്കിങ്ങനെ മടുത്തു. എമി, ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഒരു ലൈഫല്ലേ ഉള്ളൂ. അതിങ്ങനെ കണ്ടവരെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് കളയാനുള്ളതാണോ? അത് വിട്. ഇതെന്താണ് പാക്കറ്റിലൊക്കെ? അത് കേക്ക് എന്താണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള കഫേയില്ലേ, അവിടെ നിന്ന് തന്നതാ. കേക്കോ? അതിന് നീ കേക്ക് വാങ്ങാറില്ലല്ലോ. ഞാൻ വാങ്ങിയതല്ലടി, അവിടെ നിൽക്കുന്ന ആള് ഗിഫ്റ്റ് തന്ന. ഗിഫ്റ്റോ? അത് കൊള്ളാലോ. അവിടുത്തെ കേക്ക് നീ കഴിച്ചിട്ടുണ്ടോ? എന്ത് ടേസ്റ്റാണെന്നറിയോ? ഞാൻ മിക്കവാറും കേക്ക്സൊക്കെ അവിടെ നിന്ന് കഴിക്കാറ്. ശരിയാ, ഞാനിന്ന് കഴിച്ചിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ആ ഷോപ്പിലെ ഓണർ തന്നെയാണ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ ബില്ലിങ്ങിൽ നിൽക്കുന്ന ആളാണോ ഈ ഷോപ്പിൻ്റെ ഓണർ? ഏയ്, ഈ പുള്ളി ബില്ലിങ്ങിൽ നിൽക്കുന്ന ഞാനിതുവരെ കണ്ടിട്ടില്ല. നീ ചിലപ്പോൾ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഓ, നീ അപ്പം അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണല്ലേ? പിന്നല്ല. നീങ്ങ നമുക്ക് കേക്ക് കഴിക്കാം. ആഹാ, ഇതിലതേ ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുണ്ടല്ലോ. അല്ല, പുള്ളിക്ക് എങ്ങനെ അറിയാം നിന്റെ ബർത്ത്ഡേ ആണെന്ന്? എനിക്കറിയില്ലടി. എന്തായാലും ആ റാം തിണ്ടിനെ കൊണ്ട് ഇപ്പോഴെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. ഹലോ, ഇന്നലത്തെ കേക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ താനാണല്ലേ ഈ കഫേയുടെ ഓണർ? അതേലോ. ആക്ച്വലി തൻ്റെ കേക്ക് കൊള്ളാട്ടോ. ഞാനങ്ങനെ അധികം സ്വീറ്റ് കഴിക്കാത്ത ആളാണ്. പക്ഷെ ഇന്നലെ അത് കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ശരിക്കും? താങ്ക് യു. തന്നെ കിട്ടുന്ന ആൾ ഭയങ്കര ലക്കിയാണല്ലോ. അതെന്താ? അല്ല, പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കഴിക്കാമല്ലോ. ഓ, അങ്ങനെ. എന്ത് ഇങ്ങനെ നോക്കുന്നേ? ഏയ്, നത്തിങ്. അല്ല, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് താൻ എങ്ങനെ അറിഞ്ഞു? അത് ബൈ ചാൻസ് ഞാനിതിലെ പാസ് ചെയ്തപ്പോൾ താൻ ആരോട് ഫോണിൽ സംസാരിക്കുന്ന കേട്ടതാ. ഓ, അങ്ങനെ. അതിരിക്കട്ടെ, തൻ്റെ പേരെന്താ? ഓ, സോറി, സംസാരിച്ചിരുന്ന് ഞാനത് വിട്ടുപോയി. എൻ്റെ പേര് എമി. ഞാൻ റോഷൻ. റോഷൻ? അപ്പോൾ താൻ ഈ കഫേ തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി? അതിപ്പോൾ ഒരു 2 വർഷമാവുന്നു. താൻ എവിടെ വർക്ക് ചെയ്യുന്നത്? നാട് ഇവിടെ തന്നെയാണോ? എൻ്റെ വീട് കോട്ടയത്താണോ? ഇവിടെ തന്നെ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. താനോ ഇവിടെ കൊച്ചി തന്നെയാണോ തൻ്റെ സ്ഥലം? അല്ലടോ, പപ്പയും അമ്മയും ബാംഗ്ലൂർ സെറ്റിൽഡാ. പക്ഷെ എനിക്ക് അവിടെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഓ, അങ്ങനെ. അല്ലടോ, താൻ കോട്ടയംകാരിയല്ലേ? എന്നിട്ട് അവിടത്തേതായ ഒരു സ്ലാങ്ങും തനിക്കില്ലല്ലോ. എൻ്റെ ദൈവമേ, തന്നെയും കൂടി കൂട്ടി ഇത് എത്രാമത്തെ ആളാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതെന്നറിയോ? അതെന്താണെന്നറിയോ? എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ പല പല ഡിസ്ട്രിക്റ്റിൽ നിന്ന്, കോട്ടയം, മലപ്പുറം, കണ്ണൂർ, അങ്ങനെ അവരുടെ കൂടെ കൂടി ഞാനിപ്പോൾ ഏത് തരം സ്ലാങ്ങാണ് പറയുന്നത് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. താൻ കൊള്ളാലോ. താനിങ്ങനെ ഒത്തിരി സംസാരിക്കുന്ന കൂട്ടത്തിലാണല്ലേ?
അതെ, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോട്ടെ, താൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. എന്താ വേണ്ടത് എനിക്ക്? എന്തെങ്കിലും മതി. എങ്കിൽ ഇന്നലത്തെ പോലെ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും പറയട്ടെ. ഓക്കെ. വിധു, 2 പീസ് പേസ്ട്രി റെഡ് വെൽവെറ്റ്. മുതലാളി. എമി, നീ എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? നീ വിളിച്ചിരുന്നോ? ഞാൻ കേട്ടില്ല, ഫോൺ സൈലന്റാ. ആരാടി ഇത്? ബ്രോ, ഞാൻ ഈ ഷോപ്പിന്റെ ഓണറാ. ഇയാളെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് മിണ്ടിന്നേ ഉള്ളൂ. നീ ഏതാടാ ഇനി? ഈ ഷോപ്പിൽ ആരൊറ്റയ്ക്ക് വന്നിരുന്നാലും നീ അപ്പൊ തന്നെ പോയി മിണ്ടുവോ? റാം, നീ എന്തീ കാണിക്കുന്നത്? ഒന്ന് മിണ്ടാതിരിക്കുക, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. ആൾക്കാരെ ശ്രദ്ധിക്കണമെങ്കിൽ നിനക്ക് എന്താടി? നിന്റെ തനി സ്വഭാവം ഇവരും കൂടി അറിയട്ടെ. ബ്രോ, റിലാക്സ്. താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഞാൻ എന്ത് വിചാരിക്കണമെന്നേ ഞാൻ ചിന്തിച്ചോളാം. ഓണറിന്റെ പണി നോക്കാൻ നോക്ക്. റാം, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നീ എന്തൊക്കെയാ കിടന്ന് പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എന്താടി ഇവനെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടാ? റാം, പ്ലീസ്, നീ ഇപ്പം എൻ്റെ കൂടെ ഒന്ന് വാ. ആരടാ അവൻ? നമ്മുടെ കഫേ വന്ന് നമ്മക്കൊട്ട ഉണ്ടാക്കാൻ ഒന്ന് കൊടുക്കട്ടെ. ഇപ്പൊ വേണ്ട, സമയാവട്ടെ. എന്താ റാം നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തേ? ഞാൻ പിന്നെ എങ്ങനെ അടി ബിഹേവ് ചെയ്യണ്ടേ? നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചു? വന്ന് നോക്കുമ്പോ കണ്ടവന്മാരായിട്ട് അവള് ഫുള്ളിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലേ, നീ വിളിച്ചത് ഞാൻ കേട്ടില്ല. കേക്കൂല. അതിന് നിനക്ക് എവിടെന്നാണ് ഈ സമയം? റാം, ദിസ് ഈസ് ദ ലിമിറ്റ്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്താടി, എന്നെ ചവിട്ടാനുള്ള പരിപാടിയാണ്? ഏതൊരു ബന്ധത്തിലും പരസ്പരം വേണ്ടത് വിശ്വാസം. അത് നിനക്ക് എന്നോട് പണ്ടേ ഇല്ലല്ലോ. ഇന്നലെ തന്നെ നിനക്ക് വേണ്ടി ഞാൻ എന്തോരം വെയിറ്റ് ചെയ്തെന്നറിയോ? എന്നിട്ട് നീ വന്നോ? അത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേറൊരു പരിപാടി ഉണ്ടെന്ന്. എങ്കിൽ നിനക്കത് നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരം അവിടെ കാത്തിരുന്നെന്നറിയോ? അതിന് ഞാനിപ്പോ എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നീ എന്നെ കുറച്ചെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ആ കഫേ വെച്ച് എന്നോട് അങ്ങനെയൊക്കെ പെരുമാറുമായിരുന്നോ? എമി, ഐ ആം സോറി. സോറി? അല്ലെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നീ പറയുന്ന വാക്കാണല്ലോ ഇത്. നീ പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ മതിയിടി പുല്ലേ. നിന്റെ കാലി വീണിന് മാപ്പ് പറയണമെന്നും എന്നെ കിട്ടില്ല. എനിക്കെന്നെ നിന്നോട് സംസാരിക്കണേ താല്പര്യമില്ല. ഞാൻ പോവാ. എങ്ങോട്ടാ? ഞാൻ കൊണ്ടാക്കാം. വേണ്ട, എനിക്കറിയാം ഒറ്റയ്ക്ക് പോവാൻ. എത്ര ധൈര്യം ഉണ്ടായിട്ടാ ആ നാറി അവിടെ വന്ന് അത്രയും ചീപ്പ് ഷോ കാണിച്ചേ? കാവ്യ, ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നീ മിണ്ടരുത്. നീ എത്ര നാളിനെ മിണ്ടാതിരിക്കൂടി? അവൻ്റെ താളത്തിനൊത്ത് തുള്ളി തുള്ളി. ഹെമി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാവ്യ ആരാണെന്ന് അവൻ അറിയും. നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, നീങ്ങ വാ, ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുക്കാം. എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ? എമി, നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? അത് വിട്ടുകള. ഐ ആം സോറി. ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് മറക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. ഷെടാ, അത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നീ അത് മനസ്സിൽ വെച്ചേക്കല്ലേ. നിനക്കിപ്പോൾ എന്താ എന്നോട് പറയാനുള്ളത്? അത് നാളെ നമുക്ക് ഒരു സ്ഥലം വരെയും പോവാം. എവിടെ? ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ നമുക്ക് അവിടെ പോവാം. വാട്ട്? റൂമോ? എന്തിന്? റൂമിൽ എന്തിനാടിയ പോകുന്നേ? നീ ചുമ്മാ കളിക്കല്ലേ. നീ ആരോട് ചോദിച്ചിട്ടാ ഈ റൂം ബുക്ക് ചെയ്തേ? റിയലി? ആരോടെങ്കിലും ചോദിച്ചിട്ടാണോടി റൂം ബുക്ക് ചെയ്യുന്നത്? നമ്മളിപ്പോൾ റിലേഷനായിട്ട് ഏകദേശം 1 വർഷമാവാൻ പോകുന്നില്ലേ? ഇതുവരെയായിട്ട് നീൻ്റെ കൂടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നീ ഇത്ര ചീപ്പായിരുന്നോ? അതിന് നിനക്ക് ഇത്ര കൊള്ളാനെന്താടി? ഞാൻ തന്നെ റൂമിലല്ലേ വിളിച്ചേ. നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല. എന്താടി നിനക്ക് എൻ്റെ കൂടെ വന്ന? എനിക്ക് വേദനിക്കുന്നു. വേദനിക്കുന്നോ? വേദനിക്കാൻ വേണ്ടിയിട്ട് പിടിച്ച്? നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്നോട് എന്ത് തെറ്റ് ചെയ്തേ? ഞാൻ പറയുന്ന പോലെ കേട്ടാ നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. ഇല്ല,
ഒരിക്കലും ഞാൻ കേൾക്കില്ല. ഇതിൻ്റെ പേരിൽ നീ എന്നെ കൊന്നാ പോലും നിന്റെ ആഗ്രഹം നടക്കില്ല. എമി, ശ്ശേ. റോഷി, ഐ എം സോ സോറി. എന്തിന്? റാം വന്ന് അങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ലടോ. അവന് വേണ്ടി താൻ എൻ്റെ അടുത്ത് സോറി പറയേണ്ട ഒരു ആവശ്യമില്ല. ഇതെന്താ തൻ്റെ മുഖത്തൊരു പാട്? അത് പിന്നെ അവൻ തന്നെ ഉപദ്രവിച്ചോ? അവൻ തന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. സ്നേഹിക്കുന്നവരെങ്ങനെയാണോ ഉപദ്രവിക്കാൻ കഴിയുന്നേ? എപ്പോഴും ഇങ്ങനെ തന്നെയാണോ അവൻ തന്നോട് പെരുമാറുന്നേ? താനിങ്ങനെ പാവത്തെ പോലെ ഇരുന്നിട്ടൊരു കാര്യമില്ല. പ്രതികരിക്കേണ്ട അടുത്ത് അതാരാണെങ്കിലും എപ്പോഴാണെങ്കിലും പ്രതികരിച്ചേ പറ്റൂ. നിങ്ങൾക്കിടയിൽ അഭിപ്രായം പറയാൻ എനിക്കൊരു അവകാശമില്ല. പക്ഷെ ഇതേപോലെ ഇനി ഉണ്ടായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല അവനോട് പ്രതികരിക്കുന്നത്. പോട്ടെ, സാരില്ല. തനിക്ക് പെയിനുണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. താനെങ്കിൽ എൻ്റെ കൂടെ വാ, ഞാൻ തന്നെ വീട്ടിലേക്ക് ആക്കി തരാം. അത് കുഴപ്പമില്ലടോ, ഞാൻ പൊയ്ക്കോളാം. എമി, ഞാൻ പറയുന്ന കേക്ക്. കുഴപ്പമില്ലടോ, ഞാൻ ഓക്കെയാണ്. എമി, ഡോക്ടർ, എമിക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ലടോ, BP കുറഞ്ഞതിൻ്റെയാ പെട്ടെന്ന് തല ഇറങ്ങി വീണേ. പിന്നെ ആളുടെ ബോഡി കുറച്ച് വീക്കായത് കൊണ്ടാണ് ഞാൻ അഡ്മിറ്റ് ആക്കിയത്. നാളത്തേക്ക് എന്തായാലും ഡിസ്ചാർജ് ചെയ്യും. പിന്നെ ആ കുട്ടിയോട് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാനും പറയണം, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാനും പറയണം. ഓക്കെ ഡോക്ടർ. എങ്ങനെ ഈശ്വര അവൻ ഈ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയേ? ഇതെവിടെയാ ഞാൻ? ആ, കണ്ണു തുറന്നോ? താനിപ്പോ ഹോസ്പിറ്റലിലാ. എനിക്ക് എന്താ പറ്റിയേ? പ്രത്യേകിച്ചൊന്നും പറ്റില്ല, ഒന്ന് തല ഇറങ്ങി വീണതാ. അല്ലടോ, താൻ വല്ല ഡയറ്റിങ്ങിലാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഡോക്ടർ പറഞ്ഞത് താൻ മര്യാദക്ക് ഫുഡും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ലെന്നാ. ഇല്ല, ഞാൻ മര്യാദക്ക് ഫുഡ് കഴിക്കാറുണ്ടല്ലോ. ആ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ കിടക്കേണ്ടി വന്നേ. ഞാൻ തനിക്കൊരു ബുദ്ധിമുട്ടായല്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്റെ പൊന്നു കൊച്ചേ, ഞാൻ വെറുതെ പറഞ്ഞാ. താൻ പോണെങ്കിൽ പോയിക്കോ, എൻ്റെ ഫ്രണ്ടുണ്ട്, അവളെ വിളിച്ചാ അവളിപ്പോൾ തന്നെ വന്നോളൂ. അത് ശരി, അപ്പൊ ഇത്ര നേരം തന്നെ നോക്കിയ ഞാൻ ആരായി? അയ്യോ, അങ്ങനെയല്ല, ഞാൻ കാരണം തനിക്കൊരു ബുദ്ധിമുട്ടാവണമെന്ന് ഓർത്തിട്ടാ പറഞ്ഞ്. എൻ്റെ എമ്മി, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ തൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഞാനാ പറഞ്ഞ ആ കുട്ടിയോട് പൊക്കോളാൻ. അതെന്തിനാ? പിന്നെ എൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഒരാൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഓണർ എന്ന നിലയിൽ ഞാൻ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? ആ മതി മതി, സംസാരിച്ചിരുന്നത് മതി, നമുക്ക് ഫുഡ് കഴിക്കാം. എനിക്കൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മെഡിസിൻ കഴിക്കേണ്ടതാ. പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചേ പറ്റൂ. എനിക്ക് വേണ്ടാത്തോണ്ടാടോ? അതെ, ഇന്ന് മര്യാദക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? പിന്നെ പറയാണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഫുഡ് എടുക്കട്ടെ. ഇന്നാ ഇങ്ങ് തന്നാ മതി, ഞാൻ കഴിച്ചോളാം. വേണ്ട വേണ്ട, ഞാൻ വാരിത്തരാം. ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, താൻ എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇനി തൊട്ട് എല്ലാ ദിവസവും സമയാസമയം താൻ മര്യാദക്ക് ഫുഡ് കഴിച്ചോണം. ഞാൻ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. ആ, അതുകൊണ്ടാ ഇങ്ങനെ ചുള്ളിക്കാൻ പോലെ ഇരിക്കുന്നത്. ദേ റോഷി, ചുമനെ കളിയാക്കല്ലേ. കുറച്ചുകൂടി കഞ്ഞെടുക്കട്ടെ? അയ്യോ മതി മതി, ഇത് തന്നെ ഞാൻ കഷ്ടപ്പെട്ടാ കഴിച്ചു. ഞാൻ കാരണം തനിക്കൊരു ബുദ്ധിമുട്ടായല്ലേ? ആ, അത് താൻ പറഞ്ഞ ശരിയാ. താൻ കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. തന്നെ എടുത്ത് പൊക്കിയപ്പോൾ എന്നെ നടുവ് ചെറുതായിട്ടൊന്ന് പാളിയോ എന്നൊരു ഡൗട്ട്.
റോഷി, എന്തിനാണ് എന്നെ കളിയാക്കുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞാടോ. തനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലഡു കഴിക്കാൻ തോന്നുന്നുണ്ട്, അതും തണ്ടായി കൊണ്ടുണ്ടാക്കിയത്. ആഹാ, താനാള് കൊള്ളാലോ. പിന്നെ എന്തിനാ ചോദിച്ചേ? എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന്. എന്നാലും ലഡു അത് കുറച്ച് കൂടിപ്പോയില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞാടോ. ഇപ്പൊ കഞ്ഞി കുടിച്ചല്ലേ ഉള്ളൂ, എനിക്ക് വിശക്കൊന്നൊന്നുമില്ല. ഓ, ചുമ്മാ പറഞ്ഞായിരുന്നു. എങ്കിൽ കുഴപ്പമില്ല. താനക്ക് കിടക്ക്, മെഡിസിൻ കഴിച്ചാലേ ക്ഷീണം കാണും. ഓക്കെ. താൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഹാ, താൻ എണീറ്റോ? ഞാൻ ഉറങ്ങിയില്ലടോ, എനിക്ക് ഉറക്കം വരുന്നുണ്ടായില്ല. ആണോ? സമയം എത്രയായി? സമയം ഇപ്പോൾ ഒരു വെളുപ്പിന് 2 മണിയായി കാണും. ഇത്രയും നേരമായിട്ട് താനെന്താ ഉറങ്ങാത്തേ? അറിയത്തില്ലടോ, ഉറക്കം വരുന്നില്ല. ഹോസ്പിറ്റലായതുകൊണ്ടായിരിക്കും. ആ പിന്നെ ഒരു സാധനം തരാം. എന്താ? ഇന്നാ താൻ കുറച്ചു മുന്നേ ചോദിച്ച സാധനം, ലഡു. ഇതിപ്പോ എവിടെന്നാ? താനിങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ എനിക്ക് ബോറടിച്ചിട്ട് വയ്യായിരുന്നു. അപ്പം ഞാൻ ഷോപ്പിൽ പോയി ലഡു ഉണ്ടാക്കി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞല്ലേ റോഷി, വെറുതെ പറഞ്ഞാണെന്ന്. ഇനി തനിക്കിത് വേണ്ടെന്നാണെങ്കിൽ ഓക്കെ, ഞാൻ കഴിച്ചു തീർത്തോളാം. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇനി ഞാൻ കാരണം തനിക്കൊരു ബുദ്ധിമുട്ടായില്ലേ എന്നുള്ള ഡയലോഗ് മാത്രം പറയരുത്. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ കഴിക്ക്. നല്ല ടേസ്റ്റാ. തനിക്ക് വേണ്ടേ? എനിക്ക് വേണ്ട, താൻ കഴിച്ചു. അതെ, തനിക്ക് എങ്ങനെയാണോ ഇത്ര ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ആവോ, എനിക്കറിഞ്ഞൂടെ. അതൊക്കെ ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞ അതിലൊപ്പും ഉണ്ടാവില്ല, മര്യാദക്ക് എരിവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ എന്നെ അടുക്കളയിൽ കയറ്റാറില്ല. പിന്നെ റൂമിൽ കാവ്യ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നു. താൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലേ? എൻ്റെ പൊന്നോച്ചേ, തന്നെ കേൾക്കാനല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ. താൻ സംസാരിക്കുന്നേ എന്തായാലും നേരം വെളുക്കാൻ ഒരു 5-6 മണിക്കൂർ ഉണ്ടാവും. തനിക്കിഷ്ടം പോലെ എന്താന്ന് വെച്ച് എന്നോട് സംസാരിച്ചോ. എന്നാലും ബോറടിക്കില്ലേ? ഇല്ലടോ, താൻ സംസാരിക്കുന്ന കേൾക്കാൻ നല്ല രസാ. ശരിക്കും പറഞ്ഞാണോ? ആടോ. എമി, താൻ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇല്ല സാർ, കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ നാളെ ചെയ്യാം. സമയം എത്രയായി നോക്കിയേ. താൻ മര്യാദക്ക് വീട്ടിൽ പോകാൻ നോക്ക്. കഴിഞ്ഞു സാർ, ഞാൻ ഇറങ്ങാൻ തുടങ്ങുക. താൻ എങ്ങനെ പോകുന്നേ? ഫ്രണ്ട് വരും സാർ പിക്ക് ചെയ്യാൻ. എങ്കിൽ താൻ വേഗം ഉറങ്ങാൻ നോക്ക്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഓവർ ടൈം നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കേട്ടല്ലോ? ഇല്ല സാർ. ചേടാ, ഇവൾ ഇവിടെ നിക്കാന്നല്ലേ പറഞ്ഞേ? കാണുന്നില്ലല്ലോ. ഇനി വന്നില്ലേ? റാം, റാം മതി. നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഞാനിപ്പോ ഇവിടെ വന്നോണ്ട് നിന്റെ തനി സ്വഭാവം എനിക്ക് കാണാൻ പറ്റിയല്ലോ. എമി, അത് നീ വിചാരിക്കണ പോലെയൊന്നും അല്ല. നീ ഇപ്പൊ കാണിച്ചതിന് നിനക്കൊരെണ്ണം പൊട്ടിക്കേണ്ടതാ.
പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തല്ലിയാലേ അതെനിക്ക് തന്നെയാണ് നാണക്കേട്. അത് എമി, അത് അങ്ങനെയൊന്നും അല്ല. നാണുലയുടെ ചെറ്റ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? നീ എന്താണെന്ന് മനസ്സിലാക്കാനേ ഞാൻ കുറച്ച് വൈകിപ്പോയി. എന്തായാലും നേരിട്ട് എനിക്ക് നിന്റെ തനി സ്വഭാവം കാണാൻ പറ്റിയല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടം കൊണ്ട് ഞാനും നീയായിട്ടുള്ള ബന്ധം എല്ലാം തീരും. ഇതും പറഞ്ഞുകൊണ്ട് നീ എൻ്റെ പുറകെ വന്ന് കഴിഞ്ഞ ബാക്കി ഞാൻ അപ്പം പറയാം. ഹായ് വിധു. ആഹാ, ഇന്ന് നേരത്തെ ആണല്ലോ. ഇന്ന് ഞാൻ ഓഫായിരുന്നു. അപ്പം ഇതുവഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഓ അങ്ങനെ. അല്ല, റോഷി എവിടെ? അവൻ കിച്ചല്ല. ഞാൻ ഇപ്പൊ വിളിക്കാവേ. അയ്യോ, തിരക്കാണെങ്കിൽ വിളിക്കണ്ട കേട്ടോ. എന്ത് തിരക്ക്? താൻ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. എമി, നിന്നോടല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞേ ഇതും പറഞ്ഞോണ്ട് എന്റെ പുറകെ ഇനി വരരുതെന്ന്. എമി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ പറയുന്ന ഒന്നും എനിക്കിനി കേക്കണ്ട. മര്യാദക്കെന്റെ മുന്നിൽ നിന്ന് പോകും. എമി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. റാം, എന്റെ കയ്യിൽ നിന്ന് വിട്. എന്റെ കയ്യിൽ നിന്ന് വിടറാം. എന്റെ കൈ വേദനിക്കുന്നു, വിടടോ. നിന്നെ ഞാൻ നോങ്ങി വെച്ചേക്കുമായിരുന്നു. ഇപ്പഴാ ഒരവസരം കിട്ടിയേ. അടങ്ങു മോനെ. അതെ, ഞാനൊരു കാര്യം പറയാം. ഇനി അവളുടെ ദേഹത്ത് നിന്റെ കൈ പതിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ ഇപ്പൊ പ്രതികരിച്ച പോലെ ആയിരിക്കില്ല അപ്പൊ പ്രതികരിക്കുന്നത്. അടിച്ച മൂലൊക്കെ ഞാൻ കേട്ടാ? ഡീ, ഞാൻ കാണിച്ചു തരാടി. അയ്യോ, വേഗം കാണിക്കണേ. അപ്പൊ പൊന്നുമോൻ ചെല്ലാൻ നോക്ക്. ഇവിടെ നിന്ന് അധികം വേർക്കണ്ട. ഓയ്, എന്താണ് ഇന്ന് കടയിൽ നല്ല തിരക്കുണ്ടല്ലോ? താനായിരുന്നോ? ഒന്നും പറയണ്ടടോ. രാവിലെ തൊട്ട് പെട്ടിരിക്കുക. അവനും കൂടി ഇല്ലാത്തോണ്ട് പിന്നെ പറയണ്ട. അതെന്താ, റോഷി ഇല്ലേ ഇവിടെ? അവൻ നാട്ടിൽ പോയല്ലോ. തന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? നാട്ടിൽ പോയോ? ആടോ, ഇന്ന് രാവിലെ പോയെ. അവന്റെ കല്യാണം ഉറപ്പിച്ചു. അതിന്റെ കാര്യത്തിന് എന്തിനു വേണ്ടിയാ പോയെ? എന്നാലും പോകുന്ന കാര്യം അവൻ തന്നോടെന്തുവാ പറയാഞ്ഞേ? ചിലപ്പോ പെട്ടെന്ന് തീരുമാനിച്ചോണ്ടായിരിക്കും. അവൻ തന്നെ കഴിഞ്ഞ ദിവസം എന്തുവാ ഇതിനെപ്പറ്റി അറിഞ്ഞ്. ശരിയെങ്കിൽ ഞാൻ പോവുകയാണേ. പോവാണോ? താനിപ്പോ വന്നല്ലേ ഉള്ളൂ, ഇതെന്തുവാ ഇത്ര പെട്ടെന്ന് പോകുന്നേ? അത് ഞാൻ ഇപ്പോഴോർത്തെ. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടോ, അതുകൊണ്ട്. എങ്കിൽ ശരി, നമുക്ക് പിന്നെ കാണാം. എമി, നിനക്ക് എന്നാ പറ്റിയടി? വന്ന് കയറിയപ്പോൾ തൊട്ട് മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ലടി. എന്ന് വന്നപ്പോൾ തൊട്ട് ഭയങ്കര തലവേദന. അതായിരിക്കും. നീ എന്നോട് കള്ളം പറയാനൊന്നും നോക്കണ്ട. ഒന്നില്ലെങ്കിലും ഇന്നൊന്നെല്ലാം കാണാൻ തുടങ്ങിയതല്ലല്ലോ നിന്നെ ഞാൻ. പിന്നെ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. ഡേ, എന്നൊന്ന് ഹഗ് ചെയ്യോ? അതിനിപ്പോൾ എന്താടി, ഇങ്ങ വാ. ഇപ്പോൾ ഓക്കെ ആയോ? ഫീലിംഗ് ബെറ്റർ. പിന്നെ നീ അറിഞ്ഞായിരുന്നോ റോഷിയുടെ കല്യാണം ഉറപ്പിച്ചു? അപ്പം അടുത്താണ് ഒരു കല്യാണം കൂടാലോ. അല്ല, ഇനി അതിന് വല്ല ആണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അതിന് ഞാൻ എന്തിനാടി വിഷമിക്കുന്നത്? അവൻ കെട്ടാൻ പോകുന്ന കുട്ടി എന്തായാലും ലക്കിയ. അതെന്താ, അവൻ നല്ല ചെക്കനല്ലേ? ഓ, അവൻ അത്രയ്ക്ക് നല്ല ചെക്കനാണെങ്കിൽ നിനക്ക് അവനെ കെട്ടിക്കൂടായിരുന്നോ? നീ എന്തായാലും വാ, നമുക്ക് ഫുഡ് കഴിക്കാം. നിന്റെ ഫേവറേറ്റ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആടി, നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. പക്ഷെ വേഗം വന്നേക്കണം. എന്നെ ഇങ്ങോട്ട് പിന്നെ വരുത്തിക്കരുത് കേട്ടല്ലോ. ആടി, നീ പോയിക്കോ, ഞാൻ ഇപ്പം തന്നെ വരാം. അവൻ അത്രയ്ക്ക് നല്ല ചിക്കനായിരുന്നെങ്കിൽ നിനക്ക് അവനെ കെട്ടിക്കൂടായിരുന്നോ? മതി
മതി റോഷി. പറ്റില്ല മൊത്തം കഴിക്കാം. ഐ മിസ് യു റോഷി. എമി അല്ലായിരിക്കുന്നേ? എമി, താൻ എവിടെയാണെന്നോ ഇത്ര നാള്? ഇങ്ങോട്ട് കാണാറില്ലല്ലോ. അത് കുറച്ച് ബിസി ആയി പോയടോ, അതല്ലേ. ഓ, നിങ്ങളൊക്കെ വലിയ ബിസി ആയിട്ടുള്ള ആൾക്കാരല്ലേ. കാര്യം പറഞ്ഞോടോ, കുറച്ച് തിരക്കായി പോയി, അതാ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാഞ്ഞ്. ശരി, താൻ കോഫി കുടിക്കാൻ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഇപ്പൊ വരാം. ഓക്കേടോ. ഹലോ, ഓർമ്മയുണ്ടോ നമ്മളെയൊക്കെ? റോഷൻ, താൻ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, താൻ നാട്ടിൽ നിന്ന് എപ്പോ വന്നു? ഞാൻ വന്നിട്ട് ഇപ്പൊ 1 മാസമായി. തന്നെയല്ലേ ഇങ്ങോട്ട് കാണാഞ്ഞേ? അത് കുറച്ച് തിരക്കായി പോയിടോ, അതാ. ഓ, താനൊക്കെ ഇപ്പൊ വലിയ ബിസി ആയിട്ടുള്ള ആൾക്കാരായി പോയല്ലോ. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞല്ലേ, വിധു പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് താൻ ഒറ്റയ്ക്കാണോ വന്നേ, അതോ വൈഫ് ഉണ്ടോ കൂടെ? റിയ, ദേ, ഇതാണ് നീ അന്വേഷിച്ച ആള്, എമി. ഓ, അപ്പൊ ഇതാണ് ഏമി. ഇവൻ തന്നെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാ നേരിട്ടൊന്ന് കാണാൻ പറ്റിയ. അല്ലടാ, നീയല്ലേ പറഞ്ഞേ ഇവൾ ഒത്തിരി സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്ന്? എന്നിട്ട് ഇവളിപ്പോൾ എന്നോടൊന്നും മിണ്ടുന്നില്ലല്ലോ. അതിന് നീ ഇപ്പൊ അവളെ പരിചയപ്പെട്ടല്ലേ ഉള്ളൂ. അയാൾക്ക് കുറച്ച് ടൈം കൊടുക്ക്, അവള് മിണ്ടും. എമി, ഇത് റിയ, എന്റെ സിസ്റ്ററാ. അവൾ ആകെ ഞെട്ടിയിരിക്കുക. നിങ്ങൾ സംസാരിക്കുന്ന, ഞാൻ പിന്നെ വരാം. എമി, താൻ എന്തുവാ ഒന്നും മിണ്ടാത്തെ? അത് എടോ, അപ്പൊ തന്റെ മാരേജ്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളവിടെ ഉള്ളപ്പോ ഞാൻ എങ്ങനെയാടോ വേറെ കല്യാണം കഴിക്കുന്നത്? എന്താ? എമി, എനിക്ക് തന്നെ കെട്ടി എൻ്റെ കൂടെ കൂട്ടിയെ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഞാനൊരു ഉറപ്പ് തരാം, ഞാൻ കാരണം തൻ്റെ കണ്ണ് ഒരിക്കലും നിറയില്ല. റോഷി, ഒന്ന് വരുവാടാ. ആ, ഇതാ വരുന്നു. താൻ ഇപ്പോൾ ഒരു മറുപടി പറയണ്ട, നല്ലപോലെ ആലോചിച്ചിട്ട് പതിയെ പറഞ്ഞാൽ മതി. അപ്പോ ഞാനെന്നാ പോട്ടെ. എന്നാലും ഇവരെ സെറ്റാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതങ്ങനെയാണോ? കുറച്ച് വൈകിയാണെങ്കിലും നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളെ തേടി വരും. അതെ അതെ.